നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ജപ്പാൻ്റെ ഒരു ഹിഡൻ ജെമ്മായ ഷിറക്കാവഗോ എന്ന് പറയുന്ന വില്ലേജിലാണ്. ഷിറക്കാവഗോ ഗോ ഗോ. അപ്പോൾ ഈ വീടുകൾ കണ്ടില്ലേ, അപ്പോൾ ഈ വീട് കാണുന്ന ഈ വില്ലേജാണ് ഷിറക്കാവഗോ. നമ്മൾ ഈ വില്ലേജിൻ്റെ വ്യൂ കാണണമെങ്കിൽ ഒരു ഒബ്സർവേറ്ററി ഡെക്ക് ഉണ്ട്. അപ്പം നമ്മൾ ആ സ്ഥലം കണ്ടില്ലേ ആൾക്കാർ നിൽക്കുന്നത്, അവിടേക്ക് നടക്കണം. അവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ വില്ലേജിൻ്റെ ഒരു ഏരിയൽ വ്യൂ കിട്ടുക അല്ലേ. മുതൽ നമുക്ക് ഈ ഹൗസസും താച്ച്ഡ് ഹൗസസൊക്കെ കാണാൻ പറ്റും. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ഒരു കുഞ്ഞ് ഹൈക്കുണ്ട്, നമ്മൾ ഹൈക്ക് ചെയ്യാൻ പോകണം. ഈവൻ ഇവിടുത്തെ മാൻഹോൾ ചെയ്തിരിക്കുന്നതൊക്കെ അതിൽ വരെ ഈ ഗേഷോ ഹൗസസ് ആണ്. അപ്പോൾ ആ ഹൗസസിന് പറയുക ഗാഷോ ഹൗസസ് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേയിങ് ഹാൻഡ്സ് എന്നാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ജാപ്പനീസ് പ്രേയിങ് രീതിയിലുള്ള പ്രേയിങ് ഹാൻഡ്സ് പോലെ ആയതുകൊണ്ടാണ് ആ ഹൗസസിന് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തത്തിൽ ഇപ്പോഴാണ് ഇവർ കുറച്ച് ഇങ്ങനെ മാറി മാറിയൊക്കെ വരാൻ തുടങ്ങിയത്. പണ്ട് ഈ ഒരു ഏരിയയിലുള്ള വീടുകൾ മൊത്തത്തിൽ ഇങ്ങനെ ഈ 60 ഡിഗ്രി ഹൗസസ് ആയിരുന്നു. മാത്രമല്ല ഇവര് ഭയങ്കര കമ്മ്യൂണിറ്റി ലിവിങ് ആണ്. അപ്പം ഇവര് ഒരു 10-20 വർഷം കൂടുമ്പോൾ ഇതിന്റെ ഈ റൂഫ് മാറ്റണം. അപ്പൊ ഈ വില്ലേജിലുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഒരു വീടിന്റെ റൂഫൊക്കെ മാറ്റുക. അപ്പോൾ അവരെന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പം ഇവരുടെ കൾച്ചർ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ചു ഇവിടേക്ക് പുതിയ ആൾക്കാരെ വരുവോ ഇല്ല, ഇവരുടെ സ്ഥലം വിൽക്കുകയോ ഇല്ല, ഈ സ്ഥലം ഇങ്ങനെ തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് ഇവർ തീരുമാനിച്ചിരിക്കുകയാണ്. ആൻഡ് ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ ഒന്നാണ് കേട്ടോ. ഞാൻ ജപ്പാനിൽ വരുമ്പം ഈ പ്രാവശ്യം ഇവിടെ വരാൻ പറ്റും വിചാരിച്ചല്ല. ജപ്പാനിൽ എവിടെ പോയില്ലെങ്കിലും ഈ ഒരു ജപ്പാൻ്റെ നേച്ചർ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു വില്ലേജ് കാണുമ്പോൾ ഈ സ്ഥലത്ത് വരണം എന്ന് എന്തായാലും വിചാരിച്ചാണ്. ഇനി ഇവിടെ വിൻ്ററിലും ഓട്ടത്തിലും കൂടെ വന്നു കഴിഞ്ഞാൽ സംതൃപ്തിയാവും. കുറച്ച് ഓവർലേ ഉണ്ണിയേ. നമ്മളിപ്പം ആ ഒബ്സർവേറ്ററി ഡെക്കിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് താഴേക്ക് പോകണേ. പറ്റുമെങ്കിൽ നമുക്ക് ഇനിയൊരു ഇങ്ങനത്തെ ഹൗസിൻ്റെ അകത്ത് കയറാൻ പറ്റുമോ നോക്കിയിട്ട് വരാമേ. നമുക്ക് ആ ഒരു വീടിൻ്റെ അകത്തേക്ക് പോയിട്ട് വരാം. ഇവിടെ ഒരു വീട് മ്യൂസിയം ആയി പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ 2 സൈഡിലും ഒഴുകുന്ന വെള്ളമൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. നമ്മൾ ഈ കിണറ്റിൽ നിന്നൊക്കെ കോരി എടുക്കുന്ന പോലത്തെ വെള്ളമാണ് ഇവിടുത്തെ കനാലുകളിലോ അല്ലെങ്കിൽ ചാലിലൂടെയൊക്കെ ഒഴുകുക. നമ്മളൊരു ട്രഡീഷണൽ ജാപ്പനീസ് ലഞ്ച് കഴിക്കാൻ വന്നതാണ് ഈ ഏരിയയിലെ. നല്ല അടിപൊളി സ്ഥലം കിട്ടിയിട്ടുണ്ട്. പോർക്കല്ലല്ലോ, ബീഫ് തന്നെ കഴിക്കല്ലേ നമ്മൾ എന്തായാലും. അതിന്റെ സെറ്റ് പറയട്ടെ, ചോറൊക്കെ ഉണ്ടാവും അല്ലെ മറ്റേത് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ പൈസ കൊടുക്കുന്നതിന് പോരായിട്ട് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാൻ കൂടെ വേണം. എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്ത് ഇതിന്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അവര് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതില് സ്വന്തമായി കുക്ക് ചെയ്ത് കഴിക്കണല്ലേ. അതെ, ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് ആയി എന്ന് പറയാൻ പറ്റില്ല, ഇൻഗ്രീഡിയൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ഇതിന്റെ മുകളിൽ ഇരുന്ന് കുക്കാവണം. ഞാൻ തന്നെ മറിച്ചിട്ട് കൊടുക്കണം. ഇവിടുത്തെ ഹിഡ ബീഫ് ആയതുകൊണ്ട് കഴിക്കാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ കോബെ ബീഫ് കഴിച്ചു, ഇപ്പോൾ നമ്മൾ ഹിഡ ബീഫ് കഴിക്കാൻ പോവാണ്. തീ കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഓക്കെ, അതിൻ്റെ അവിടെ കുക്കായിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭക്ഷണം ഇവിടെ വന്നിട്ടുണ്ട്. ഇത് പോർക്കാണ്, പിന്നെ സ്റ്റിക്കി റൈസും. നമ്മുടെ ഗ്രില്ലായിട്ടില്ല, പക്ഷെ അതിന് മുന്നേ അച്ചുവിൻ്റെ ബീഫ് ഗ്രേവിയിലാണ്. അച്ചുവിൻ്റെത് ബീഫ് ഗ്രേവിയും ഇത് പോർക്ക് കട്ട്ലറ്റുമാണ്. അപ്പോൾ അതിനകത്തുള്ള ബീഫ് ഞാൻ കഴിച്ചു നോക്കണം. അടിപൊളി.
ഇത് വേറെ ബീഫ്, വേറെ തരം ബീഫ് ഇഷ്ടപ്പെട്ടു. ഈ ബീഫ് നമുക്ക് കുറേ ക്വാണ്ടിറ്റി കഴിക്കാൻ പറ്റുന്ന തോന്നുന്നു. എന്നുവെച്ചാൽ ഭയങ്കര ലൈറ്റാണ്. സാധാരണ നമ്മൾ ബീഫ് കഴിക്കുമ്പോൾ ഹെവി ആയിപ്പോയി എന്നൊക്കെ തോന്നില്ലേ, ഇവരാവുന്നേ ഉള്ളൂ. ഇവർക്ക് അത്ര താല്പര്യം പോരാ. അപ്പം ആവ് ഈ ഒരു ഭാഗത്ത് മാത്രമേ ചൂട് വരുന്നുള്ളൂ. കുറച്ചുകൂടെ ഡിസ്ട്രിബ്യൂട്ടായിട്ട് ചൂടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. ടോഫും കൂടെ നമുക്ക് ഗ്രില്ല് ചെയ്യാം. ടോഫു ഗ്രില്ല് ചെയ്തില്ലെങ്കിൽ കഴിക്കാൻ അത്ര പോരാന്നാണ് അച്ഛൻ പറയുന്നത്. അങ്ങനെ ഒരു അടിപൊളി ലഞ്ചിന് ശേഷം നമ്മൾ ഈ ഒരു ഗീഷോ ഹൗസ് മ്യൂസിയം ആക്കിയത് കാണാൻ പോവാണ്. ഹോഴ്സ് ചെസ്നട്ട് കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നോക്കിയൊക്കെ 1000 വർഷത്തെ പഴക്കമുള്ളതാ. ആസ് യൂഷ്വൽ ഇവിടെ നമ്മൾ ചെരുപ്പിടാൻ പാടില്ല. ചെരുപ്പ് പോലെ റൈറ്റ് ഫ്രം എ സാമുറായി ഹൗസ് എന്ന് തോന്നുന്നുണ്ടോ? ഡ്രസ്സിങ് വെച്ച് ഒട്ടും മാച്ച് അല്ലെങ്കിലും നമ്മൾ മറ്റേ സിനിമ കണ്ടല്ലേ ദ ലാസ്റ്റ് സാമുറായി, അതിലെ സെറ്റ് പോലെ ഉണ്ട്. അവരിങ്ങനെ ഫാമിലിയായിട്ട് അവൻ അവരുടെ കൂടെ വരുമ്പോൾ ഫാമിലിയായിട്ട് ഡിന്നറൊക്കെ കഴിക്കാനിരിക്കുന്ന സ്ഥലം ഇതുപോലെയല്ലേ. ഈ ഹൗസിൻ്റെ ഉള്ളിൽ ഇത്രയും സെറ്റപ്പ് ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളിയാണ്. നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് പോകാമേ. ഉള്ളത് പാച്ച് ചെയ്തിരിക്കുന്നൊക്കെ നോക്ക്. മരം വെച്ചിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഒരു ആണി അടിക്കുക ഒന്നുമില്ല, മരവും കയറും. 60 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിഗ്രി ഫീൽ തന്നെയാണ്. ഓ മാൻ, ഇത് ചെയർ നോക്കിക്കേ, ഒറ്റ മരത്തിലുണ്ടാക്കിയിരിക്കുന്ന ചെയറാണ്. ആൻഡ് വെരി കംഫർട്ടബിൾ. ഇത് ഏകദേശം ഒരു വില്ലേജ് മൊത്തത്തിൽ ചേർന്ന് വന്ന് ഒരു 10-30 കൊല്ലം കൂടുമ്പോഴാണ് ഇതിൻ്റെ റൂഫ് മാറ്റുക. അപ്പം ഇവിടുത്തെ ആൾക്കാർ ഇവർ ഭയങ്കര കമ്മ്യൂണിറ്റി ലിവിങ് ആണല്ലോ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇതിൻ്റെ റൂഫ് മാറ്റുകയൊക്കെ ചെയ്യുക. ഇതിൻ്റെ മുകളിൽ പോയി നോക്കാമേ. ഞാൻ എങ്ങോട്ടും ഇല്ല, ഇവിടെ ഇരിക്കുക. ഇവിടെ നിൽക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. നല്ലൊരു കാറ്റാണ്. പുറത്ത് നല്ല ചൂടുണ്ട്. ഒരു 20-26 ഡിഗ്രി, 26-27 ഡിഗ്രിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ കാറ്റടിച്ച് ഈ 3ാം നിലയിൽ ഈ ബാക്കിയുള്ള ഗാഷോ ഹൗസസും നോക്കി ഇവിടെ ഇങ്ങനെ നിൽക്കാൻ ഒരു വല്ലാത്ത ഫീലാണ്. ഇങ്ങനെയൊരു വീട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ആ ഫോട്ടോസിൽ കണ്ടപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി ഇങ്ങനൊരു എക്സ്പീരിയൻസ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഏതാണ്ട് ഇങ്ങനത്തെ 80ഓളം ഹൗസസ് ഉണ്ട്. നമ്മൾ ആ വ്യൂ പോയിന്റ് നോക്കുമ്പോൾ ഇതിങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. നെൽകൃഷിയാണ് ഇതിന് ചുറ്റുമുള്ളത്. ആ നെൽകൃഷിയൊക്കെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ മുയൽക്കൂരയൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് കൂടാതെ അതിൻ്റെ ഏറ്റവും അടിയിൽ തിന്നായിട്ടുള്ള ബാമ്പു പോലത്തെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും തിക്കായിട്ട് ചെയ്യുന്നത് ആ വിൻ്റർ എന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ ചെറിയ വീടായിട്ട് തോന്നുമെങ്കിലും അത്രയും വലിയ വീടുകളാണ് ഓരോന്നും. അപ്പോൾ ഒരു വീടിൻ്റെ എത്ര 10-20 വർഷം കൂടുമ്പോഴാണ് ഇത് മാറ്റി ഇതിൻ്റെ താച്ച് മാറ്റി ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ ഒരു എൻറ്റയർ വില്ലേജ് കൂടിയിട്ടാണ് ഇത് മാറ്റാൻ നിൽക്കുന്നത്. അല്ലാതെ ഇപ്പം തൊട്ടടുത്ത 2 വീട്ടുകാരോ അല്ലെ ആ വീട്ടുകാരോ വിചാരിച്ച് കഴിഞ്ഞാൽ ഈ വീട് തീരുമൊന്നുമില്ല. എന്ന് വെച്ചാൽ അത്രയും പണിയുണ്ട്. ഈ കെട്ടെല്ലാം അഴിക്കണം, പിന്നെ രണ്ടാമത് ഈ കറ്റയൊക്കെ സ്റ്റാക്ക് ചെയ്ത് ഇതുപോലെ ആക്കി എടുക്കണം. അത് നല്ല തിക്നെസ് ചെയ്യണം. ചുമ്മാ ഒരു മഴയിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ലല്ലോ, മഞ്ഞിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ഉള്ളതായതുകൊണ്ട് നല്ല തിക്കായിട്ട് ചെയ്യണം. ആ ഒരു കമ്മ്യൂണിറ്റീനെ യു എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നല്ല ഹൈ ക്വാളിറ്റി വുഡാണ് കേട്ടോ കിട്ടുക. ആ ഒരു ഇതുകൊണ്ടാണ് ടക്കയാമയാണെങ്കിലും ഷിറക്കാവുക്കോയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ വളരുന്ന നല്ല മരങ്ങളാണ്, നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ആ മരത്തിൻ്റെ ഇത് എനിക്ക് തോന്നുന്നു അവർ മുറിച്ച മരമായിരിക്കണം എന്നില്ല. ഈ മറിഞ്ഞു വീണ മരങ്ങളൊക്കെ അതിൻ്റെ ഒരു തൊലിയൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ തൊലി ചുരുണ്ടതുപോലെ ഔട്ടർ പാർട്ട് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഫർണിച്ചറാണ്. ഇതിപ്പം കണ്ടു കഴിഞ്ഞാൽ ഒരു കൗച്ച് പോലെ ഉണ്ട്. അപ്പം നമുക്ക് നേരെ പോവാം,
ഇരിക്കാൻ ഭയങ്കര സ്റ്റഡിയാണ്, ഭയങ്കര ഉറപ്പാണ്. കംഫർട്ടബിൾ അത്ര കംഫർട്ടബിൾ അല്ല, എന്ന് വെച്ചാൽ കുറച്ചൊരു സ്ലാൻഡ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ടുവേർഡ്സ് ഈ സൈഡിലോട്ട് പോകുന്ന പോലെ ഉണ്ട്. പക്ഷെ അവിടെ അവർ ചെയ്തിരിക്കുന്ന ചെയർ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. ദ ബെസ്റ്റ് കഫേ വിത്ത് ദ ഷിറക്കാവ് ഗോ വ്യൂ അല്ലേ കുഞ്ഞാ? ഗാഷോ ഹൗസസ് കണ്ടുകൊണ്ട് നമുക്കൊരു കോഫി കുടിക്കാം. നമ്മളൊരു ഹോട്ട് ചോക്ലേറ്റും മാംഗോ ജ്യൂസും പിന്നെ ഇവരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ കേക്ക്, ലെമൺ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സ്പോഞ്ചിയാണ്. കൊള്ളാം. ബട്ട് ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് സംതിങ് നമ്മൾ കഴിച്ചിട്ടില്ല. ഇവിടെ ഈ കാസ്റ്റ് റൂഫ്സ് ഉണ്ടാക്കാൻ മഞ്ഞും അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാരണമാണ് കാറ്റ് കേട്ടോ. ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഇത്രയും കട്ടിയിൽ തന്നെ ഈ റൂഫ് വേണം. Shirakawa. Go. Go. Oh wow. ഈ മരമൊക്കെ വെച്ചിട്ടാണ് അവർ ചട്ടിപ്പൊക്കെ ഉണ്ടാക്കിയത്. ശരിക്കും ഫോറസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, ഹ്യൂമൻ ഇന്റർവെൻഷൻ ഉണ്ട്. നല്ല മണമുണ്ട് ഇവിടെ. മരത്തിന്റെ ആയിരിക്കും. വൈൽഡ് ബോറൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതെന്തായിരിക്കും എനിക്കെന്റെ കാട്ടുപന്നിയുടെ അന്ന് കാട്ടുപന്നി ആയിരിക്കണ്ട. ഇത് സെഡാർ മരങ്ങളാണെന്ന് തോന്നുന്നില്ല. തൊപ്പിക്കുട്ടികളാണ്. കുറവില്ല. വെയിലിനൊരു ക്ഷാമം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തൊപ്പിയിടാൻ തീരുമാനിച്ചു. കുറച്ച് തലവേദനയ്ക്ക് കുറവുണ്ട്. നേരത്തെ ഭയങ്കര തലവേദനയായിരുന്നു. നമുക്ക് രണ്ടാക്കും. ഷർക്കാവോഗോനോട് ടാറ്റ ബൈ ബൈ പറയാൻ നേരമായോ? ആ ഒരു റിവറിന്റെ അവിടെ കാണാൻ പോകാനുണ്ട് അല്ലേ? കാട്ടിലൊന്നും കയറി മരങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ഭയങ്കര മരങ്ങളാണ്. ഹൈറ്റിൽ പോകുന്ന നല്ല വണ്ണമുള്ള മരങ്ങൾ. ഇതെനിക്കൊന്ന് മില്ലിൽ കൊണ്ടുപോകണമെന്നില്ല. ഇവരുടെ ട്രഡീഷണൽ ടെക്നിക്ക് വെച്ച് തന്നെ ഇത് ഉയർന്നെടുക്കാൻ പറ്റും. ഇതൊരു വീട്ടിലൊരു ദിവസം താമസിക്കാൻ പറ്റിയാൽ എങ്ങനെ ഉണ്ടാവും? വിന്ററിൽ താമസിക്കാനാണെങ്കിൽ ഞാൻ ഇവരുടെ ഈ വീടിൻ്റെ നടുവിലൊരു സെൻട്രൽ ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ട്.
മറ്റേ ഇവരുടെ അടുപ്പ് വീടിന്റെ നടുവിലൊക്കെ ആയിട്ടാണ് വരിക എന്ന് പറയാം. അപ്പൊ അത് ഇന്ന് ഫുഡ് കുക്ക് ചെയ്യാനും പിന്നെ ആ സെയിം ഇത് റൂഫിലോട്ട് പോയിട്ട് റൂഫിൽ എന്തെങ്കിലും പെസ്റ്റ് ഉണ്ടെങ്കിൽ മറ്റേ നെല്ലുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത് ആ പെസ്റ്റിനെ കൊല്ലാനും പിന്നെ സെക്കൻഡ് ഒരു മൊത്തം ഓവറോൾ ആ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് കറക്റ്റ് ആ വീടിന്റെ നടുവിൽ തന്നെ അടുപ്പ്. ആ അടുപ്പിലൂടെ അത് കുക്ക് ചെയ്തിട്ട് കഴിഞ്ഞ് വരുന്ന പുക റൂഫിലോട്ടും കൊടുക്കും. ഈ അടുപ്പ് വീട്ടിൽ നടുക്കുണ്ടാവുമ്പോൾ ശ്രദ്ധിക്കണം അല്ലേ, തീ പിടിച്ചാൽ മൊത്തത്തിൽ തീരൂലേ? ഇവിടുത്തെ റിവറാണ് ഷോർ റിവർ കണ്ടിട്ട് വരാം. ഭയം ആയിട്ടൊന്നും പേടിയാവുന്നുണ്ട്. ചെറിയ തൂക്ക് പോലാണ്, ചെറുതല്ല. ആ വെള്ളത്തിന്റെ നീല നിറം കണ്ടോ? നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? ഷോർ റിവറിന്റെ സൈഡിൽ കൂടെ ഞാനിങ്ങനെ നടക്കുകയാണ്. ഓപ്പൺ എയർ മ്യൂസിയം ആണ്. ഇവിടെ കുറച്ച് ഇതേപോലത്തെ ഗാഷോ ഹൗസസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ഏതെങ്കിലും അകത്ത് കയറി കാണാൻ പറ്റുമെന്നും കൂടെ നോക്കി വെക്കാം. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആണ് ഇവിടുത്തെ ഐസ്ക്രീമില് ഇവിടുത്തെ സാക്കെ. ഇവിടെ അരിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു കള്ള്. അപ്പം ആ സാക്കെ ഫ്ലേവറുള്ള ഐസ്ക്രീം കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. സാക്കയുടെ ഫ്ലേവർ ഉണ്ട്, പക്ഷെ സാക്കയിലുപരി നമ്മുടെ നാട്ടിലെ കള്ളില്ലേ, നല്ല ചെന്തെങ്ങിന്റെ കള്ള്, ആ കള്ളിന്റെ ടേസ്റ്റ് ആണ്. എങ്ങനെയുണ്ട്? കൊള്ളാം. സാക്കയുടെ ഒരു ഫ്ലേവർ ഒക്കെ ഉണ്ട്. ഇതിനേക്കാൾ കൂടുതൽ എന്ത് വേണം? ബാക്കിൽ ഗീഷോ ഹൗസ്, കയ്യില് സാക്ക ഐസ്ക്രീം, നല്ല പച്ച നീല നിറത്തിലുള്ള പുഴ, ടർക്കോയ്സ് പുഴ. ഷിറക്കാവോ ഞാൻ വിചാരിച്ചതിൽ അടിപൊളിയാണ്. ഞാനിവിടെ വരുമ്പോൾ വിചാരിച്ചത് വില്ലേജ് കാണുക, പോവാം, ഈ ഒരു റിവർ ഫേസിങ് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ ഉണ്ടാവുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ റിവറിൻ്റെ സൈഡിലേക്കൊന്നും ആരും വിടുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ നിൽക്കുന്നത്. അതിനെ മോസസ് പോലും അനങ്ങിയിട്ടില്ല, അൺടച്ച്ഡ് ആണ്. അത് റൈസ് ക്രാക്കേഴ്സ് ആണ്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത, ക്രാക്കറാണ് എനിക്ക് ഇഷ്ടപ്പെടാത്ത. അതിനാണ് ആക്ച്വലി സക്കയുടെ ഫ്ലേവർ. പിന്നെ ഈ നാട്ടിലൊരു പ്രശ്നമുണ്ട്, ഈ നാട്ടില് വേസ്റ്റ് ബിൻ ഇല്ല. അപ്പം നമുക്ക് ഈ ഐസ്ക്രീം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ ക്രാക്കർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഈ പ്രദേശത്ത് ഒരു ട്രാഷ് ക്യാൻ ഇല്ല. കാരണം ഈ ഏരിയ എങ്ങനെയാണോ അത് അതുപോലെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ ഭംഗി കളയാതിരിക്കാൻ വേണ്ടി ട്രാഷ് ക്യാൻ വരുമ്പോൾ ഭംഗി പോകുമല്ലോ എന്ന് വെച്ചിട്ടാണ് ട്രാഷ് ക്യാൻ വെക്കാത്തത്. ജപ്പാനിൽ എനിക്കൊന്നും ട്രാഷ് ക്യാൻസ് ഇല്ല, ഭയങ്കര കുറവാണ്. സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അപ്പം എസ്പെഷ്യലി ഷിറക്കാവഗോയില് ട്രാഷ് ക്യാൻ ഇല്ലേ. നിന്റെ ഷർട്ടിലൊക്കെ ആവുന്നുണ്ടേ. ഇവിടെ പണിവാളി ഒരു ഉപ്സിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ നമുക്കിപ്പോൾ ഇതെന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് കവറിൽ കെട്ടി നമ്മൾ കൊണ്ടുപോവുക. അതായത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേസ്റ്റ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അപ്പം നമ്മളാണ് അതിനെ ടേക്ക് കെയർ ചെയ്യേണ്ടതെന്ന്. അപ്പം അതുകൊണ്ട് ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മളപ്പോൾ വീട്ടിൽ കൊണ്ടുപോകണം ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ. അവിടെ കളയാൻ പറ്റും. ഇത് ആ താച്ച്ഡ് ഹൗസിന്റെ ആ റൂഫ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അത് കണ്ടോ, അത് പുതിയ റൂഫാണ്, പുതിയതായിട്ട് വെച്ചതാണ്. നല്ല മണമുണ്ട്, മണം ഇങ്ങനെ വരുന്നുണ്ട് കാറ്റില്. ഈ ഇവിടെയുള്ള വീടുകൾ, ഈ താച്ച്ഡ് ഹൗസസ് ഇല്ലേ, ഗാഷോ ഹൗസസ്, അത് ചിലത്
ഹോട്ടൽസ് ആയിട്ടും ചിലത് റെസ്റ്റോറൻറ്റ്സ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം റൂഫ് മാറ്റിയ പുതിയതായിട്ടുള്ള ഒരെണ്ണമല്ലേ, അത് ആക്ച്വലി റെസ്റ്റോറൻ്റ് ആണ്. അൺടച്ച്ഡ് ആയി വെച്ചുകൊണ്ട് എനിക്കൊന്ന് തൊട്ട് പോലും നോക്കാൻ തോന്നുന്നില്ല. അപ്പം നമുക്കിങ്ങനെ റോസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ തൊഴാൻ വരെ ഭയങ്കര ഡിവൈൻ ഫീലിംഗ് തോന്നി. തൊടാൻ വരെ ഇങ്ങനെ കാറ്റത്ത് മണക്കാനാണ് തോന്നുന്നത്. Almost time to say goodbye to Shirakabago. നമ്മൾ ബസ്സിൻ്റെ അങ്ങോട്ട് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കണ്ണിൽ ഒപ്പിയെടുക്കാൻ പറ്റുന്ന അത്രയും Shirakabago ഒപ്പിയെടുത്തിട്ടുണ്ട്. ബാക്കി ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. ബാക്കി അതിൽ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിങ്ങനെ മിസ് ചെയ്യുമ്പോൾ ക്യാമറയിലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ട് സംതൃപ്തിപ്പെടാം. Shirakabago ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ക്ലോസ് ടു അവർ ഹാർട്ടാണ്.